ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺസിൻ്റെ ചാറ്റ് വിത്ത് റിയൽ ലൈഫ് ഹീറോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് മൈ പ്രിവിലേജ് ടു ഇൻട്രൊഡ്യൂസ് ഹർ ടു യു ഓൾ. ഷീ ഈസ് ഡോക്ടർ റീന സെബാസ്റ്റ്യൻ, ഡീൻ, സ്റ്റാഫ് സ്റ്റുഡൻറ്റ് ഓഫ് വെൽഫെയർ ഓഫ് KME College, as well as she is the HOD of Electrical Department. I welcome you, ma'am. Thank you. മിസ് ആക്ച്വലി ഇപ്പോൾ 92-ൽ പാസ് ഔട്ടാണ്. അത് കഴിഞ്ഞ് മിസ് ഒരു ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്യുന്നു. അതിന് 1 year ബാക്ക് കഴിഞ്ഞിട്ട് മാം ടീച്ചിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യാണ്. സോ നൗ ഇപ്പോൾ ഒരു 30 years ആയി കാണും അല്ലേ മിസ്സിൻ്റെ ജേർണി ആസ് എ ടീച്ചർ. എന്താണ് മാമിനെ ടീച്ചിങ്ങിലേക്ക് മോട്ടിവേറ്റ് ചെയ്തത്? ഫ്രം ദ ചൈൽഡ്ഹുഡ് നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ് വലുതാകുമ്പോൾ എന്താവണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്ന് എഴുതിയിരുന്നത് ഐ വോണ്ട് ടു ബിക്കം എ ടീച്ചർ എന്നായിരുന്നേ. അമ്മ മലയാളം വിദ്വാനായിരുന്നു. അപ്പോൾ അമ്മ ശരിക്കും നല്ലൊരു മലയാളം അധ്യാപിക തന്നെയായിരുന്നു. കുഞ്ഞിലേ തന്നെ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർന്ന് ഞങ്ങളെ 3 മക്കളെയും നന്നായിട്ട് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എയർഫോഴ്സ് ക്വാർട്ടേഴ്സിൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്ന 3 കുഞ്ഞുങ്ങളും ഞാനും എൻ്റെ സിസ്റ്ററും ബ്രദറും ആയിരുന്നു. അപ്പം അമ്മയിൽ നിന്നും കിട്ടിയ ഒരു കഴിവായിരുന്നു കേട്ടോ. എൻ്റെ പപ്പ എയർഫോഴ്സിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നുവെങ്കിലും പപ്പയ്ക്ക് ടീച്ചിങ് ഒരു വലിയ പാഷനായിരുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ തൊട്ട് ടീച്ചിങ് ഉള്ളിൽ ഒരു വലിയ പാഷനായിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ഇൻഡസ്ട്രിയിൽ പോയി. എൻ്റെ ഫാദറിനോ തന്നെയാണ് റിയലൈസ് ചെയ്തത് എനിക്ക് ടീച്ചിങ്ങിനോട് ഒത്തിരി പാഷനുണ്ടെന്ന്. അങ്ങനെ ഡാഡി അനുവദിച്ചു. അങ്ങനെ ഞാനൊരു ടീച്ചറായി. അതാണ് ടീച്ചിങ് ലൈഫിൻ്റെ ബിഗിനിങ്. മാം അപ്പോൾ എപ്പോഴായിരുന്നു മാരേജ് ഒക്കെ? 4th സെമസ്റ്ററിൻ്റെ വെക്കേഷനിലാണ് എൻ്റെ പേരൻസിന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരിക. തൃപ്പൂണിത്തുറയിൽ സ്വന്തമായിട്ട് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രി ഉള്ള ഒരു ഫാമിലി. അതെ അതെ. ഇവര് കല്യാണാലോചന വരുമ്പോൾ എനിക്ക് 19 years ഉള്ളൂ. അപ്പൊ 19 വയസ്സിൽ ഞാനിങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എൻ്റെ പേരൻസ് എന്നെ പറഞ്ഞു വിടുന്നു. ടീച്ചേഴ്സൊക്കെ ഒത്തിരി വറീഡായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുമോ, എന്തുകൊണ്ടോ നന്നായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. എന്തുകൊണ്ടാണ് അത്ര നേരത്തെ? എക്സ്ക്യൂസ് മീ. ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ് മദറും ഒരേ പള്ളിയിൽ എല്ലാ ദിവസവും ഒരുമിച്ച് പള്ളിയിൽ പോകുന്നവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് വഴിയാണ് ഈ ഒരു പ്രപ്പോസൽ എൻ്റെ ഗ്രാൻഡ് മദറിലേക്ക് എത്തുക. അപ്പോൾ അന്ന് ഇവരുടെ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി ഇവർ ഏക മകനെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് എൻ്റെ ഇൻലോസിൻ്റെ തീരുമാനമായിരുന്നു. അങ്ങനെയാണ് ഞാൻ S5 തുടങ്ങുന്നതിന് മുൻപ് ഈ വീട്ടിൽ കല്യാണം കഴിച്ചു വരിക. ഒരു ടെൻഷനൊക്കെ ഉണ്ടായി കാണില്ലേ? ഒത്തിരി ടെൻസ്ഡ് ആയിരുന്നു. കാര്യം ഡാഡിയും മമ്മിയും 4 ചേച്ചിമാരും ഫാമിലിയും ഒക്കെ ഉള്ളൊരു വീട്ടിൽ നമ്മുടെ ഇനിയുള്ള പഠിത്തം, അത്രയും നാൾ നമ്മൾ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് നിന്ന് പഠിക്കുന്നു, ഇനിയുള്ളൊരു പഠിത്തം എങ്ങനെയാവും, അങ്ങനെ ഒരു ടെൻഷൻ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഒത്തിരി സപ്പോർട്ടീവ് ഇൻലോസ് ആയിരുന്നു കേട്ടോ. ഡാഡി ശരിക്കും ഡാഡി ഇങ്ങനെ കൂടെ കൊണ്ട് നടന്ന ഇൻഡസ്ട്രീസൊക്കെ കാണിച്ച് ഇൻഡസ്ട്രി നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട്. അതുകൊണ്ട് എനിക്ക് DC മെഷീൻസ് ആൻഡ് തിയറി, അങ്ങനെ ട്രാൻസ്ഫോമേഴ്സ്, സിങ്ക്രണസ് ആൻഡ് ഇൻഡക്ഷൻ മെഷീൻസിനോടൊക്കെ ഒത്തിരി ഇഷ്ടം വരുന്നത് ഇവരുടെ കൂടെ. ഇവർ ശരിക്കും ഇലക്ട്രിക്കൽ മെഷീൻ മാനുഫാക്ചറേഴ്സ്, റിപ്പയറേഴ്സ്, റീകണ്ടീഷനിങ് ചെയ്യുന്നവരായിരുന്നു. അപ്പം ലൈവായിട്ട് ഇതൊക്കെ കണ്ടു പഠിക്കാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എനിക്ക് 5, 6, 7, 8 സെമസ്റ്റേഴ്സിലുണ്ടായി. അപ്പം അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ മാം ഒരു ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലേക്ക് ചെന്നു. അവിടുന്ന് പിന്നെ ടീച്ചിങ്ങിലേക്ക് മാറുകയാണ് ചെയ്തല്ലേ? സോ അപ്പോൾ ഫാമിലി വഴിയുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു സ്റ്റഡീസിനൊക്കെ? ശരിക്കും ഡാഡിക്ക് എൻ്റെ ഇൻലോസിന് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇവരുടെ ഇൻഡസ്ട്രിയിൽ ഇവരുടെ കൂടെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് നിൽക്കണം. അപ്പം അവരുടെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ഡാഡി എയർഫോഴ്സിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഡാഡിക്ക് ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുമ്പം ഒരു മുറി ഫുൾ എഞ്ചിനീയറിംഗ് ബുക്സിൻ്റെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഡാഡിയുടെ ലൈബ്രറിയൊക്കെ ഡാഡി എനിക്ക് തരുന്നു. അപ്പം ഡാഡിയുടെ ലൈബ്രറിയും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. അപ്പം എൻ്റെ ഇവിടുത്തെ ഡാഡിയുടെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ അവരുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഞാൻ എഞ്ചിനീയർ ആവണം എന്ന് തന്നെയാണ്. അപ്പം ഒത്തിരി സപ്പോർട്ടീവ്. എൻ്റെ മദർ ഇൻ ലോ വീടിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി മമ്മിയാണ്. അപ്പം മമ്മി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കും. പഠിക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും എൻ്റെ ഇൻലോസ് എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. മാമിൻ്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബൈറ്റൊക്കെ കഴിഞ്ഞ ഉടനെ മാം ജോയിൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ടീച്ചിങ് ആയി മാറുന്നു. പിന്നെ ഹയർ സ്റ്റഡീസ്? ഞാൻ ആക്ച്വലി ഹയർ സ്റ്റഡീസിന് പോകുന്നത് എൻ്റെ 2 മക്കളും, എൻ്റെ മകള് രേഷ്മ, എൻ്റെ മകൻ രാഹുൽ, 2 പേരും സ്കൂളിൽ ജോയിൻ ചെയ്ത് വൈറ്റ്ല ടോക്കിറ്റ് സ്കൂളിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഹയർ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൻ്റെ സബ്ജക്ട്സ് പഠിക്കാനുള്ള ആഗ്രഹത്തിന് ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആയിരുന്നല്ലോ.
അപ്പം AMI ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുക. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ക്യുസാറ്റിൽ പോയി പരീക്ഷയൊക്കെ എഴുതുന്നു. MTech ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ചെയ്തു. മാനേജ്മെൻറ്റിൽ PhD ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ MBA പഠിക്കുന്നത്. എനിക്കറിയാവുന്ന MBA കഴിഞ്ഞിട്ട് MBA ആണ് പിന്നെ അതെ അതെ MTech ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് MBA ചെയ്യാനുള്ള കാരണം അതായിരുന്നു കേട്ടോ. കാര്യം എനിക്കറിയാവുന്ന അന്നത്തെ PhD ഹോൾഡേഴ്സ് പലരും മാനേജ്മെൻറ്റിൽ PhD ഉള്ളവരായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എറണാകുളത്ത് എനിക്ക് ഏറ്റവും എളുപ്പം ഗൈഡിനെ കിട്ടാൻ എളുപ്പം മാനേജ്മെൻറ്റിൽ PhD ചെയ്യുക. അപ്പം അങ്ങനെ വിചാരിച്ച് MBA ചെയ്തു. MBA ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻലോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ PhD ഗൈഡ് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ഞാൻ PhD എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ EEE ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ജോയിൻ ചെയ്യും. മാം ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? ഫാമിലി ലൈഫ്, സ്റ്റുഡൻസിന്റെ സ്റ്റഡീസ്, മാമിന്റെ സ്റ്റഡീസ്, PhD തീസിസ്, അങ്ങനെയുള്ള കുറേ ടഫ് ടാസ്കിൻ്റെ കൂടെ. ആക്ച്വലി ഞാൻ എൻ്റെ സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ ഇപ്പം ഇപ്പോൾ BTech എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലൊരു വാശിയായിട്ട് അല്ലെങ്കിൽ ഒരു പാഷനായിട്ട് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഹാഫ് വേ ചിലപ്പോൾ BTech നിർത്തിപ്പോയനെ. കാര്യം ഇറ്റ് വാസ് ടു ടഫ് കേട്ടോ. കാര്യം കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് ഇവിടെ, അന്ന് നമുക്ക് മൊബൈൽ ഫോൺ ഒന്നും ഇല്ല ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ തന്നെ. നമുക്ക് ഇൻസ്പയറിംഗ് ആണ്. ഒരുപാട് പേര് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യാം അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പലപ്പോഴും പറയും, അന്ന് BTech ഡ്രോപ്പ് ചെയ്തിരുന്നു എങ്കിൽ പോലും എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻഡസ്ട്രി ഉണ്ട്. ഹസ്ബൻഡിൻ്റെ ഇൻഡസ്ട്രി അന്ന് എനിക്ക് ജോലി ചെയ്യാനുണ്ട്. അപ്പം ഞാനൊരു പ്ലേസ്മെൻറ്റോടെ കല്യാണം കഴിച്ച ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഡ്രോപ്പ് ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ BTech ജോയിൻ ചെയ്തപ്പം ഞാൻ എന്നോട് പറഞ്ഞൊരു പ്രോമിസ് ഉണ്ട്. അതായത് ഞാൻ മിനിമം 75% മാർക്സ് എല്ലാ സബ്ജക്റ്റിനും മേടിച്ച് ഐ ഷുഡ് ബി ഗെറ്റിംഗ് അബവ് 75 ഫൈനലി വെൻ ഐ പാസ് BTech. അപ്പം അങ്ങനെ ഒരു പ്രോമിസ് ഞാൻ എന്നോട് ചെയ്ത. അപ്പം എൻ്റെ ഉള്ളിലുള്ള ആ ഒരു വാശിയാണ് എന്നെ BTech 5, 6, 7, 8 സെമസ്റ്റേഴ്സ് പഠിക്കാൻ അതൊരു വലിയ പ്രേരണയായിരുന്നു. അപ്പം നമ്മുടെ ഉള്ളിലൊരു വാശി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സ്റ്റുഡൻറ്റിന് നന്നായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിൽ ഞാൻ BTech നല്ല മാർക്കോടെ പാസ്സാവും, അല്ലെങ്കിൽ ഞാൻ ഗേറ്റ് പഠിച്ച് MTechന് പോകും, ഇങ്ങനൊരു വാശിയൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലാണ് എനിക്ക് പഠിക്കാൻ. വേറെ ആർക്കും എന്നെ പഠിക്കുന്ന കാര്യത്തിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ദാറ്റ് ഇസ് ഇറ്റ്. എവ്രി സ്റ്റുഡൻറ് ഷുഡ് ഹാവ് എ ഫയർ വിതിൻ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്. എന്നാൽ മാത്രമാണ് പഠിച്ച് നല്ലൊരു മാർക്ക് നേടാൻ പറ്റത്തുള്ളൂ. ഫേവറേറ്റ് സബ്ജക്ട്സ് ഏതൊക്കെയാണ്? അത് ആക്ച്വലി വലിയൊരു തമാശ ആയിരുന്നു. ട്രിപ്പിളി പഠിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗ്രാഫിക്സും മെക്കാനിക്സും പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കോളേജസിൽ നമുക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അതിലോട്ട് എങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നത്? അത് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ MA കോളേജിൽ പഠിക്കുമ്പോൾ ഗ്രാഫിക്സിനും മെക്കാനിക്സിനും എപ്പോഴും ഫുള്ള് കിട്ടിയിരുന്നത്. അപ്പം യൂണിവേഴ്സിറ്റി ടോപ്പറായിരുന്നു. എന്നിട്ട് അന്ന് ആ വർഷം MA കോളേജ് എനിക്ക് റോട്ടറി എൻഡോമെന്റ് അവാർഡൊക്കെ തന്നതാണ് ഫോർ മാക്സിമം മാർക്സ് ഇൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. അന്ന് അതിനെ ജോമെട്രിക്കൽ ഡ്രോയിങ് എന്നാണ് വിളിക്കുക. അപ്പം പാസ് ഔട്ട് ആയപ്പോൾ തൊട്ട് എൻ്റെ ഫാദർ ഇൻ ലോയ്ക്ക് ഒരു എഞ്ചിനീയറിംഗ് ട്യൂഷൻ സെൻറ്റർ തൃപ്പൂണിത്തുറ ഉണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഗ്രാഫിക്സും മെക്കാനിക്സും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. അപ്പം ഗ്രാഫിക്സും മെക്കാനിക്സും മരണം വരെ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കണം എന്ന് എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മക്കളോട് പറയും, അമ്മ റിട്ടയർ ആയാലും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം മരിക്കുന്നവരെ ആരെങ്കിലുമൊക്കെ, കാരണം ഗ്രാഫിക്സും മെക്കാനിക്സും ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ഒത്തിരി സ്റ്റുഡൻസ് നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അപ്പോൾ അവരെ ഗ്രാഫിക്സും മെക്കാനിക്സും പഠിപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. കോളേജിൽ ഞാൻ കൂടുതലും എടുക്കുക ഇലക്ട്രിക്കൽ മെഷീൻസ് റിലേറ്റഡ് സബ്ജക്ട്സാണ്. DC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്. അതെ അതെ, സിങ്ക്രണസ് ആൻഡ് KMEയിൽ ഞാൻ 2016 PhD കംപ്ലീറ്റ് ചെയ്തു. ഞാൻ PhD ഡൂയിങ് ആയിരിക്കുമ്പോൾ ഇലാഹയിലായിരുന്നു. അപ്പോൾ എനിക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. PhD കംപ്ലീറ്റ് ചെയ്ത് തീസിസ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് KME ഇങ്ങനൊരു പരസ്യം HOD ഇലക്ട്രിക്കൽ ചോദിച്ച് കാണുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി. പക്ഷെ എൻ്റെ ലൈഫിനെ മാറ്റിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ KME എഞ്ചിനീയറിംഗ് കോളേജ്. അതിന് ഒരുപക്ഷെ പല എൻജിനീയേഴ്സിനും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അതായത് ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ അവർ എൻ്റെ കഴിവുകൾ, അതായത് എനിക്ക് ദൈവം തന്ന ടാലൻസിനെ റിയലൈസ് ചെയ്ത് റെക്കഗ്നൈസ് ചെയ്ത് അതനുസരിച്ച് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കിട്ടിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിന് ഞാൻ ശരിക്കും ഏറ്റവും എൻ്റെ മനസ്സിൽ ഞാൻ എന്നും നന്ദി പറയുന്നത് ഞങ്ങളുടെ ഡയറക്ടർ സാറിനോട് തന്നെയാണ്. അദ്ദേഹം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ആയി വന്നൊരു സാറാണ്, ഡോക്ടർ അമർ നിഷാദ് സാർ. അദ്ദേഹം
ഇപ്പം റിസർച്ച് താല്പര്യമുള്ള ആളെ ഡീൻ റിസർച്ച് ആക്കി, അക്കാഡമിക്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളെ ഡീൻ അക്കാഡമിക്സ് ആക്കി. എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു മേഖല സ്റ്റുഡൻസും സ്റ്റാഫുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുക, അവരുടെ വെൽഫെയർ നോക്കുക. അതുകൊണ്ട് സാർ എന്നെ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ഡീനാക്കിയാണ് വെച്ചിരിക്കുക. പിന്നെ കഴിഞ്ഞ 8 വർഷവും അവിടെ നടന്ന എല്ലാ ഇവൻറ്റ്സും കോർഡിനേറ്റ് ചെയ്യാനും കൺവീൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡയറക്ടർ സാർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ KMA ശരിക്കും എന്നെ ഒത്തിരി വളരാൻ സഹായിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എൻ്റെ ടാലൻസ് ഉപയോഗിച്ച് എനിക്ക് സ്റ്റുഡൻസിനെയും സ്റ്റാഫിനെയും കോളേജിലെ ഓരോ കാര്യങ്ങളിലും ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്കും ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു സ്ഥാപനമാണ്. ഇപ്പോൾ ടാലൻസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ, മിസ് മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. മിസ് റൈറ്റിംഗ് ഉണ്ട്, അതായത് ആർട്ടിക്കിൾ റൈറ്റിംഗ്സ് എഴുതും, പോയിംസ്, ഷോർട്ട് സ്റ്റോറീസ്. പിന്നെ മിസ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ് സ്റ്റാഫ് വെൽഫെയറിൻ്റെ ആക്ടിവിറ്റീസിലെല്ലാം മിസ് നല്ലോണം ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ മിസ് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും സ്റ്റുഡൻസിനല്ലേ. മിസ് എങ്ങനെ ഇങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ഏരിയയിലേക്ക് തിരിയാനുള്ള ഒരു? ആക്ച്വലി അതിന് റീസൺ KMA എഞ്ചിനീയറിംഗ് കോളേജ് തന്നെയാണ് കേട്ടോ. കാര്യം ഞാൻ അവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ലേഡി ഫാക്കൽറ്റിയാണ്. അപ്പം ആദ്യം തൊട്ടേ ഇപ്പം പല സ്റ്റാഫ്സും പല സ്റ്റുഡൻസും അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു ഫാമിലി ലൈഫ്, ഇപ്പം നമുക്ക് 53 ഇയേഴ്സിൻ്റെ ലൈഫ് തന്ന എക്സ്പീരിയൻസ്, 30 വർഷം നമ്മൾ കണ്ടുമുട്ടിയ സ്റ്റുഡൻസും ടീച്ചേഴ്സും തന്ന ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ എനിക്ക് വലിയ മകളും മകനുള്ള ഒരേ ഒരു ടീച്ചർ ഞാനാണ് കോളേജിൽ. അപ്പോൾ എനിക്ക് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാര്യം എൻ്റെ മക്കൾ, എനിക്കൊരു വലിയ മകളുണ്ട്, വലിയ മകനുണ്ട്. അപ്പം ആ ഏജ് ഗ്രൂപ്പിലെ കുട്ടികളെ നമുക്ക് മനസ്സിലാവും. അപ്പം നന്നായിട്ട് നമുക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാം, അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം കുട്ടികളുടെ ഇടയ്ക്ക് ഞാൻ ശരിക്കും ഒരു മദർ പോലെയാണ്. അപ്പം അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം, അതെ, സ്റ്റുഡൻസിനൊരു ഫ്രീഡം ഉണ്ട്. അപ്പോൾ അവരവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വരുന്നവരുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ കോളേജിൽ മറ്റാരും സപ്പോർട്ട് ചെയ്യേണ്ട കേസസ് വരും. പിന്നെ അത് മാത്രമല്ല, ഈവൻ മറ്റാരും അറിയാതെ പേഴ്സണലായിട്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ വരുന്ന മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ലേഡി ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അപ്പം അവരുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇടപെടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുമുണ്ട്. മിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ് ഈ റൈറ്റിംഗ്, അതായത് ആർട്ടിക്കിൾ റൈറ്റിംഗ്സ് ഒക്കെ മിസ് ഷാലോം TVയുടെ മാഗസിൻസിലൊക്കെ ആർട്ടിക്കിൾസ് എഴുതുന്ന ആളാണ്. അപ്പോൾ ആ ഒരു ടാലന്റ് എങ്ങനെ മിസ് ഡെവലപ്പ് ചെയ്തത്? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം പോയംസ് എഴുതുന്നുണ്ട്. പപ്പയൊക്കെ നന്നായിട്ട് എഴുതുകയും അഭിനയിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. പപ്പയുടെ കൂടെ ഞാൻ 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ മലയാളം 3 hours ലോങ് നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. പപ്പ എയർഫോഴ്സിൻ്റെ ഡ്രാമ ട്രൂപ്പിൽ ഫിലിം സ്റ്റാർ സോമൻ്റെ ഒക്കെ കൂടെ അഭിനയിച്ചിരുന്ന ഒരാളാണ് പപ്പയുടെ കൂടെ. അപ്പം ഞാൻ 10 വയസ്സിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് തിരിയാൻ അല്ല, അന്ന് ആക്ച്വലി നമുക്ക് സീരിയൽസ് ഒക്കെ ഉള്ള കാലമായിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വന്നേനെ. അന്ന് TVയും സീരിയൽസും ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണല്ലോ. പക്ഷെ പപ്പയുടെ കൂടെ ഞാൻ 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ 3 മണിക്കൂർ നമ്മൾ CL ജോസ് സാറൊക്കെ എഴുതിയ നാടകങ്ങളുണ്ടല്ലോ, അതൊക്കെ 3 മണിക്കൂർ ലോങ് ഡ്രാമാസിൽ ഹീറോയിനായിട്ട് 10 വയസ്സിൽ സാരി ഉടുത്ത് ഹീറോയിനായിട്ട് അഭിനയിക്കേണ്ടി വന്ന ഒരാളാണ്. കോളേജിലും ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചത് അസംഷൻ കോളേജിലാണ്. അന്ന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്, അസംഷൻ കോളേജിൽ നിന്ന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴും അഭിനയിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഞാൻ അഭിനയിച്ചിട്ടില്ല. കാര്യം കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഒത്തിരി താല്പര്യം ഉള്ളവരായിരുന്നില്ല. അപ്പം കല്യാണം വരെ 10 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ അഭിനയിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ മക്കൾക്കാർക്കെങ്കിലും ഇങ്ങനെ മക്കള് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട്, അവർക്ക് കൂടുതലും ഫാദറിൻ്റെ ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മോള് നല്ലൊരു ഡാൻസറാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ 4 സിസ്റ്റേഴ്സും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരാണ്. അപ്പോൾ രേഷ്മ മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യും. രാഹുൽ കുറച്ചും കൂടെ ആക്കഡമിക്സ് ഓറിയൻറ്റഡ് ആണ്. അവൻ നന്നായിട്ട് പഠിക്കാനും വായിക്കാനും അങ്ങനെ ഒരു നേച്ചറുള്ള മകനാണ്. സോ ഇനി ബാക്ക് ടു മിസ്സിൻ്റെ പ്രൊഫഷണൽ ലൈഫ്. മിസ്സിന് ഇപ്പം നമുക്ക് സ്റ്റുഡൻസ് എല്ലാം, അതായത് സ്റ്റുഡൻസിന് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കുറഞ്ഞു വരികയാണ്. പിള്ളേരെല്ലാം പുറത്തോട്ട് എബ്രോഡ് പോകുന്നു സ്റ്റഡീസിന്. അതുപോലെ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ഹയർ സ്റ്റഡീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു. മിസ്സിന് അതിനോടൊക്കെ ഉള്ളൊരു അഭിപ്രായം എന്താണ്? ശരിക്കുമല്ലോ ഇപ്പം ഞാൻ ടീച്ചറായിട്ട് 30 ഇയേഴ്സിൽ ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി വളരെ കെയർഫുള്ളി വാച്ച് ചെയ്യും. അപ്പം ആദ്യത്തെ 10 വർഷം പഠിപ്പിച്ച കുട്ടികളില്ലേ, അവർ കുറച്ചും കൂടെ പാഷനേറ്റ് അബൌട്ട് സ്റ്റഡീസ്, കുറച്ചും കൂടെ ഫാമിലി ഓറിയൻറ്റഡ്, കൂടുതലും ഇങ്ങനെ വീടിൻ്റെ അടുത്ത് ജോലി ചെയ്യണം, പേരൻസിനെ പ്രായമാകുമ്പം നോക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിയും തോറും എനിക്ക് തോന്നുന്നു ഈ മീഡിയ,
അവർ പുറം ലോകത്തേക്ക് കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞു. അപ്പം മീഡിയ തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന എക്സ്പോഷർ ആയിരിക്കാം. അങ്ങനെയാണ് കുട്ടികൾ കൂടുതലും പുറം നാടുകളിലേക്ക് പോയി തുടങ്ങിയത്. പിന്നെ നമ്മുടെയൊക്കെ ഇപ്പോൾ KMA തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ 2 കോഴ്സ് കിട്ടി. പക്ഷേ ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കോളേജ് KMA എഞ്ചിനീയറിംഗ് കോളേജ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, ഈ 5 ബ്രാഞ്ചും എക്സലൻസ് അവാർഡ് കിട്ടിയ NBA അക്രഡിറ്റഡ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, സ്റ്റുഡൻസ് കൂടുതൽ അതെ അവർ ന്യൂ ജനറേഷൻ കോഴ്സസ് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിന് അറിയാൻ മേലാത്ത ഒരു കാര്യം, ഇപ്പം ഞാൻ എൻ്റെ മകനെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിനാണ് വിട്ടെ. കാരണം ഇപ്പം മദർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മൾ വിളിക്കുന്നത് ഇലക്ട്രിക്കൽ, സിവിൽ, മെക്കാനിക്കൽ, ഈ 3 ബ്രാഞ്ചുകൾ ലോകത്തെവിടെയും ഇന്നും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ബ്രാഞ്ചുകളാണ്. പക്ഷെ ഇന്നത്തെ ഒരു കമ്പ്യൂട്ടർ സയൻസ് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, കുട്ടികളുടെ മുന്നിൽ ഇപ്പൊ നമ്മുടെ നെയ്ബറിങ് വീടുകളിലെ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു, ഓൺ സൈറ്റ് ഫോറിൻ കൺട്രീസിൽ പോകുന്നു. അങ്ങനെയാണ് ഇതിനൊരു ട്രെൻഡ് നമ്മുടെ നാട്ടിൽ വന്നത്. പക്ഷേ ഇപ്പം ഇലക്ട്രിക്കല്, മെക്കാനിക്കല്, സിവിൽ, ഇങ്ങനത്തെ മദർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. കാര്യം സിവിൽ എഞ്ചിനീയറിംഗ് ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഒന്നും ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടാവില്ല. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള മേഖലയിൽ വേറെ ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ജോലി ചെയ്യുന്ന മേഖലയിൽ വേറെ ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ, ഇപ്പം ഓൾ ഓവർ ദ വേൾഡ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇലക്ട്രിക് വെഹിക്കിൾ ഓറിയൻറ്റഡ് ആയി. പിന്നെ പവർ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ. അപ്പം ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികൾക്കും പേരൻസിനും അറിയാൻ മേലാത്ത ഒരു കാര്യമില്ലേ, ഈ പവർ സെക്ടർ കുറവാണ്. ഇപ്പൊ പവർ സെക്ടറിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഇലക്ട്രിക് വെഹിക്കിളിന്റെ മേഖലകളിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഓട്ടോമേഷൻ ഇൻഡസ്ട്രീസ്. അപ്പം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. പിന്നെ നമ്മുടെ കുട്ടികൾ പലരും പണ്ടത്തെ പോലെ, അപ്പം ഞങ്ങളുടെയൊക്കെ ജനറേഷൻ ബിടെക് കഴിഞ്ഞ ഉടനെ ഗേറ്റ് കോച്ചിങ്ങിന് പോയിരുന്നു. അവർ ഗേറ്റ് ഇപ്പം വൺസ് പോലത്തെ സ്ഥാപനങ്ങളിൽ ഗേറ്റ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ജോലിക്ക് പോകുന്നവർക്കും ഓൺലൈൻ ഗേറ്റ് കോച്ചിങ് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുന്നില്ലേ. അപ്പം ഈ ഗേറ്റ് കോച്ചിങ്ങിന് പോകുന്നത് എംടെക്കിന് പോകാൻ മാത്രമല്ലല്ലോ, ഇപ്പം അതാണ് പലർക്കും അറിയില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ പോലത്തെ ബ്രാഞ്ചസിന് ഒരിക്കലും കോളേജസിലേക്ക് പ്ലേസ്മെന്റ് ടീം വരില്ല. കാര്യം എന്താ, ഈ പ്ലേസ്മെന്റിന് വരുന്ന എല്ലാം ഒന്നുകിൽ IT കമ്പനീസ് ആണ്. അപ്പോൾ അവർ വരുന്നു, അവർ കമ്പ്യൂട്ടർ സയൻസിലെ കുട്ടികളെ എടുക്കുന്നു, EC ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളെ എടുക്കുന്നു. പിന്നെ ഏത് ബ്രാഞ്ചിലെ കുട്ടികൾക്കും സോഫ്റ്റ്വെയർ താല്പര്യമുള്ളവർക്ക് പോകാം. പക്ഷേ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ പോലത്തെ മദർ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗ് അവർക്ക് ഈ ഗേറ്റിന് കോച്ചിങ്ങിന് പോലുള്ള അവരുടെ ഗുണം ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു നമ്മളെ അനലൈസ് ചെയ്യുന്ന, നമ്മൾ 4 വർഷം എന്തൊക്കെ പഠിച്ചു എന്ന് അതെ. അപ്പൊ പിന്നെ അത് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എഴുതണം. ഇപ്പൊ എല്ലാ കുട്ടികളും ഗേറ്റ് കോച്ചിങ്ങിന് പോയി ഗേറ്റ് എഴുതിയാൽ അവർക്ക് PSC, ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രീസ് ഏകദേശം 30-ൽ കൂടുതൽ ഗവൺമെന്റ് ജോബ്സ് ഗേറ്റിന്റെ സ്കോർ വെച്ച് മാത്രം കൊടുക്കുന്നതില്ലേ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ചൊക്കെ അവയർനെസ് വളരെ കുറവാണ്. എന്തുകൊണ്ട് ഗേറ്റ് എഴുതണം? ഇപ്പം എംടെക്കിന് പോകാൻ താല്പര്യമില്ല എന്നോർത്ത് നമ്മൾ ഗേറ്റ് കോച്ചിങ്ങിന് പോയി ഗേറ്റ് എഴുതാതിരിക്കണല്ലോ. അപ്പം ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് ആക്ച്വലി ഇറ്റ് ട്രൈസ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് യു നോ ഫ്രം ദ 4 years ദാറ്റ് യു സ്റ്റഡീഡ്. അപ്പം എല്ലാ കുട്ടികളും ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണത്. എല്ലാവരും വിചാരിച്ചിരിക്കുന്ന എംടെക്കിന് പോകുന്നില്ലല്ലോ, അപ്പൊ ഗേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഓപ്പർച്യൂണിറ്റീസ്, അതിന് വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വേറെ ഉള്ളത് ആർക്കും അറിയില്ല. അപ്പം കൂടുതലും നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ട ഒരു കാര്യം അതാ, എല്ലാവരും അവർ ഗേറ്റിന്റെ സ്കോർ വെച്ച് അവരുടെ മുന്നിൽ ഒത്തിരി ഗവൺമെന്റ് ജോബ്സും ഒക്കെ ഓപ്പൺ ആണ്. അപ്പം ഇനി എനിക്ക് തോന്നുന്നു KCB, ടെലിഫോൺസ് പോലെ ഇങ്ങനെയുള്ളവരെല്ലാം ഗേറ്റ് സ്കോർ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ, എസ്പെഷ്യലി ഗവൺമെന്റ് റിലേറ്റഡ് ജോബ്സ്. അപ്പം എവറി സ്റ്റുഡൻറ് ഷുഡ് ബി ഒരു പ്രാവശ്യം എങ്കിലും, അപ്പം നമ്മൾ 4 വർഷം പഠിച്ച കാര്യങ്ങൾ വിലയിരുത്താനും വാട്ട് വി ഹവ് സ്റ്റഡീഡ് 4 years അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തല്ലേ നമുക്ക് ഗേറ്റ് വരുന്നത്. ഓക്കെ മാം, അപ്പം ഇനി സ്റ്റുഡൻസിന്, അതായത് ഇനിയുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്?
സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഡീൻ സ്റ്റുഡൻറ് വെൽഫെയർ ആയതുകൊണ്ട് സ്റ്റുഡൻസ് വന്ന് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളെയും മീറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഡയറക്ടർ സാർ തരാറുണ്ട് എൻ്റെ കോളേജ്. അപ്പം ഞാൻ സ്റ്റുഡൻസിനോട് അവരെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ അവരോട് ആദ്യം പറയുന്നത്, ഹാവ് ദറ്റ് പാഷൻ ഡീപ്പ് ഇൻസൈഡ് യു. നിങ്ങളുടെ ലൈഫിലെ പ്രയോറിറ്റീസിൽ പഠിത്തം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി അല്ല എങ്കിൽ ഈ 4 years നിങ്ങളുടെ ലൈഫ് ഒരിക്കലും ശരിയാവില്ല. ഇപ്പം എൻജിനീയറിംഗിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി 4 വർഷം പാഷനേറ്റ് ആയിട്ട് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം 4 വർഷം നല്ലൊരു എൻജിനീയറിംഗ് സ്റ്റുഡൻ്റായിട്ട് ജീവിക്കുക. അപ്പം ഇഫ് ഐ എം നോട്ട് പാഷനേറ്റ് അബൌട്ട് മൈ സ്റ്റഡീസ് എനിക്ക് മുന്നോട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പം ഹാവ് ദറ്റ് പാഷൻ ഡീപ്പ് ഇൻസൈഡ് യു. എൻ്റെ ഉള്ളിലൊരു വാശി ഉണ്ടാവണം. ഇപ്പം എൻ്റെ ഉള്ളിൽ വാശിയില്ലായിരുന്നുവെങ്കിൽ മാരീഡായ ഞാൻ S8 വരെ സപ്ലി ഇല്ലാതെ പഠിക്കില്ല. സപ്ലി വന്ന് തോറ്റ് പാതി വഴിയെ എൻജിനീയറിംഗ് നിർത്തി പോകുമായിരുന്നു. അപ്പം ഹാവ് ദറ്റ് പാഷൻ ഡീപ്പ് ഇൻസൈഡ്. എൻ്റെ ഉള്ളിലൊരു വാശി ഉണ്ടെങ്കിലാണ് എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 3rd year എങ്കിലും പഠിക്കുമ്പോൾ ഒരു ഗേറ്റ് കോച്ചിങ് സെൻറ്ററിലൊക്കെ ജോയിൻ ചെയ്യുകയും, ഇപ്പം ഓൺലൈൻ ഗേറ്റ് കോച്ചിങ് അവൈലബിൾ ആണല്ലോ നമ്മുടെ പോലത്തെ സ്ഥാപനങ്ങൾ. അപ്പം ഗേറ്റ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ട് നമ്മളെ സ്വയം വിലയിരുത്തി ഫൈനൽ ഇയർ ആകുമ്പം ഗേറ്റൊക്കെ എഴുതി ഞാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ എൻ്റെ മുന്നിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയാണ്. അപ്പം അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാലാണ് ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റിന് ലൈഫിൽ സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി കിട്ടാറുണ്ട് കേട്ടോ. കാര്യം ഞാനിപ്പോൾ നോക്കുന്നത് സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആയതുകൊണ്ട് എനിക്ക് സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യാനും സ്റ്റുഡൻസിന് വേണ്ടി ഈവൻ അഡ്മിഷൻ ടൈം മുതൽ നമുക്കറിയാവുന്ന കുട്ടികളെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മദർ ബ്രാഞ്ചസ് ഓഫ് എൻജിനീയറിംഗിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റി എനിക്ക് KMA എഞ്ചിനീയറിംഗ് കോളേജ് തന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എല്ലാ സീറ്റും ഫിൽഡപ്പ് ആയിട്ടുള്ളൊരു കോളേജാണത്. അപ്പം അതിനൊരു മെയിൻ റോള് ശരിക്കും ഞങ്ങൾ അധ്യാപകർക്കുണ്ട്. മിസ്സിനെ പോലെ ഒരാൾ മോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ദേ ആർ വെരി ലക്കി. അല്ല, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ കോളേജ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് പരിചയമുള്ള കുട്ടികളോട് നമ്മൾ പറഞ്ഞ് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ബ്രാഞ്ചസിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാര്യം അഡ്മിഷൻ ടൈമിൽ ഞങ്ങൾ ഫുൾ സ്റ്റാഫ് ഓഫ് ദ കോളേജ് ഇൻവോൾവ്ഡ് ആണ്. ഞങ്ങൾ എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനെ സീറ്റ് നിറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. KMAയിൽ ഏറ്റവും എൻജോയ് ചെയ്തിരിക്കുന്ന പോസ്റ്റും അല്ല, അതെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് ഒത്തിരി നല്ലൊരു ഞാൻ എൻജോയ് ചെയ്ത ഒരു ജോലിയാണ്. കാര്യം എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒത്തിരി, ഞങ്ങൾ 8 ലേഡി ടീച്ചേഴ്സും 4 ടെക്നിക്കൽ സ്റ്റാഫ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു ലേഡീസ് മാത്രം ടീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഒത്തിരി ഡൈനാമിക് യങ് ടീമാണ്. അതിൽ ഞാനാണ് ഏറ്റവും പ്രായം കൂടിയാണ്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമാണ് ഏതായിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോഴും ഡൈനാമിക് ഉണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിന്റെ പ്രത്യേകത കേട്ടോ. നമ്മുടെ ലൈഫ് മുഴുവൻ ഇങ്ങനെ ഒരു 18 to 22 ഏജ് ഗ്രൂപ്പിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് നമ്മുടെ മനസ്സും ഹൃദയം ഒരിക്കലും പ്രായമാകത്തില്ല. നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾ എന്ന് യങ് ആൻഡ് ഡൈനാമിക് അല്ലേ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും അതെ, അവര് അർച്ചനെ പോലെ വളരെ യങ് ടീച്ചേഴ്സാണ്. അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് തരുന്നൊരു പോസിറ്റീവ് എനർജി എനിക്കുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്ത കോളേജസിനേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഈ KMAയിൽ ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സും ഡീൻസും ഒക്കെ ഞങ്ങൾ പരസ്പരം വളരാൻ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അത് എല്ലാ കോളേജസിലും ഇല്ല കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്ത കോളേജസിൽ അങ്ങനെ ഇങ്ങനെ പരസ്പരം വളരാൻ സഹായിക്കുന്ന ഒരു കുറവായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഇപ്പം എൻ്റെ കൂടെയുള്ള ഡീൻ അക്കാഡമിക്സ് പറയും റീന മിസ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റുള്ളവർക്കുള്ള കഴിവുകൾ വളരാൻ പരസ്പരം സഹായിക്കുന്നത് കൊണ്ട് അത് ഈ കോളേജിനെ വളരാനും സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിക്ക് പോസിറ്റീവായി. അതെ അതാണ് ശരിക്കും ഇപ്പം NB അക്രഡിറ്റേഷൻ ടീം വന്നപ്പോഴും അവർ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് എടുത്തു പറഞ്ഞൊരു കാര്യം അതാ. യങ് ഡൈനാമിക് വെരി സ്ട്രോങ് ടീം വർക്ക് ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് അവർ EEE ഡിപ്പാർട്ട്മെൻറ്റിനെ വിലയിരുത്തുക. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും വളരാൻ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അതല്ലേ. നല്ലൊരു ടീം വർക്ക് ഉണ്ടാവുക, പരസ്പരം വളരാൻ സഹായിക്കുക. അതായത് ഓരോരുത്തരുടെ ടാലൻസ് കണ്ടുപിടിച്ച് അതനുസരിച്ച് അവർ വളരാൻ സഹായിക്കുവാണെങ്കിൽ അത് കോളേജും വളരും, നമ്മുടെ കൂടെയുള്ള അധ്യാപകരും വളരും, നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റിയും വളരും. സോ മിസ്സിൻ്റെ ഈ വാല്യുബിൾ ടൈം നമ്മുടെ കൂടെ ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. മിസ്സിന് എന്തെങ്കിലും നമ്മുടെ
ഓഡിയൻസിന് മെസ്സേജ് പാസ് അതായത് നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ വാസ്റ്റ് ഓഡിയൻസ് ആയിരിക്കും, സ്റ്റുഡൻസ് മാത്രമല്ല വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മെസ്സേജ് മിസ്സിന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ? ആക്ച്വലി ഞാൻ എൻ്റെ കൂടെയുള്ള പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു ജോലി, വാട്ട് എവർ യു ആർ ഡൂയിങ്, അതിനോടൊരു സിൻസിയറിറ്റി, ഒരു ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ ജോബ് മേഖലയിൽ സക്സസ്ഫുൾ ആവും. പിന്നെ എനിക്ക് തോന്നുന്നു, ഇപ്പം എൻ്റെ മക്കൾ പറയും, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നും KMA പോകുന്നത് ബിക്കോസ് യു ആർ ഡൂയിങ് സംതിങ് വിച്ച് യു ലൈക്ക്. അതൊരു വലിയ ഫാക്ടറായിട്ടോ. അതെ. കാര്യം അത് എൻ്റെ മക്കൾ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന കാര്യം. എൻ്റെ മോളും മോനും എന്നോട് പറയും, അമ്മ എന്ത് ഹാപ്പി ആയിട്ടാണ് എല്ലാ ദിവസവും രാവിലെ കോളേജിൽ പോകുന്നത്. അതിൻ്റെ ഒരു റീസൺ എൻ്റെ കൂടെയുള്ള കൊളീഗ്സും അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയും ഒത്തിരി പോസിറ്റീവ്. കാര്യം നമ്മൾ മൺഡേ ടു സാറ്റർഡേ ഫുൾ ഡേ ആയിരിക്കുന്നത് നമ്മുടെ കൊളീഗ്സിൻ്റെ കൂടെയല്ലേ. അപ്പോൾ ദേ ഹാവ് എ ഗ്രേറ്റ് റോൾ. അപ്പം നമ്മുടെ ചുറ്റുമുള്ള കമ്മ്യൂണിറ്റി നമ്മളെ വളരാനും നമ്മുടെ ടാലൻസ് നമ്മുടെ ടാലൻസ് ഉപയോഗിച്ച് അവർക്കും വളരാൻ സാധിക്കുന്നു, നമ്മുടെ കൂടെയുള്ള സ്റ്റുഡൻസിനും അത് ഉപകാരപ്പെടുന്നു. അപ്പം നമ്മൾ ഏത് ജോലി മേഖലയിലാണെങ്കിലും ഇഫ് യു വോണ്ട് ടു ബി ആൻഡ് ഹാപ്പി ഇൻ യുവർ പ്രൊഫഷൻ, നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ളൊരു ജോലി ചെയ്യുക. പിന്നെ അതിനോടൊരു സിൻസിയറിറ്റിയും ഒരു ഡെഡിക്കേഷനും ഉണ്ടാവുക. അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് ടു ദ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് മീ. പിന്നെ സ്റ്റുഡൻസിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളൊരു കാര്യം, എവിടെയോ നമ്മുടെ ഇന്നത്തെ കുട്ടികളില്ലേ, എനിക്ക് എൻ്റെ ടീച്ചേഴ്സിനോട് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സ്നേഹവും ഒരു ആദരവും ഒക്കെ ഉണ്ടായിരുന്നു. അതെവിടെയോ ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാര്യം ഇപ്പം ഞാൻ ഇന്നും ഒരു ബസ്സിൽ നിൽക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറോ സാറോ കയറി വന്നാൽ ഞാൻ ചാടി എണീക്കും. കാര്യം എനിക്ക് 2 കാലിനും വേദനയുണ്ട്, എനിക്ക് പ്രായമായി. പക്ഷേ എൻ്റെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി അങ്ങനെയല്ല. ഞാൻ ആ കോളേജിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ടീച്ചറാണ്. പക്ഷെ ഞാൻ നടന്നു പോകുമ്പോൾ പോലും പടിയിലിരിക്കുന്ന ഒരു കുട്ടി എനിക്ക് നടന്നു പോകാൻ പോലും വഴി തരാത്ത ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയോട് ഇന്ന് എനിക്ക് പറയാനുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ പേരൻസിനെയും നമ്മുടെ അധ്യാപകരെയും. ഇപ്പം ഞങ്ങളുടെ ജനറേഷൻ പേരൻസിനോടും അധ്യാപകരോടും കാണിച്ചിരുന്ന ഒരു സ്നേഹവും ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ടീച്ചേഴ്സും അതെ കേട്ടോ. ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിൽ HODയുടെയും പ്രിൻസിപ്പലിൻ്റെയൊക്കെ റൂമിൽ നമ്മളാരും ഒന്ന് ഓടി കയറി ചെല്ലത്തില്ലല്ലോ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ദേ ഹാവ് ദ ഫ്രീഡം. അവർക്ക് എപ്പോൾ വേണേലും ഡയറക്ടർ സാറിൻ്റെ മുറിയിൽ ചെല്ലാം, പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ പോകാം, HODയുടെ മുറി വരാം. ബിക്കോസ് ആ റിലേഷൻഷിപ്പിൽ ഭയങ്കര പോസിറ്റീവ്നെസ് വന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ അധ്യാപകരെയും എൻ്റെ മാതാപിതാക്കളെയും ഒക്കെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും ബഹുമാനിക്കാനും എൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി കുറച്ചും കൂടെ ബ്ലെസ്ഡ് ആവും. ഞാൻ പേഴ്സണലി എൻ്റെ കുട്ടികളോട് അത് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ പേരൻസിനോടും നമ്മളെ 4 വർഷം പഠിപ്പിക്കുന്ന അധ്യാപകരോടൊക്കെ നമ്മുടെ ഉള്ളിലൊരു സ്നേഹവും ആദരവും ഒക്കെ ആവശ്യമല്ലേ. അങ്ങനെയാണെങ്കിൽ അവരുടെ ലൈഫ് കുറച്ചും കൂടെ ബ്ലെസ്ഡ് ആവും. അപ്പം wherever the student is studying, നന്നായിട്ട് പഠിക്കുകയും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ കുറച്ചും കൂടെ സിൻസിയറായി ഡെഡിക്കേറ്റഡായി ഹാർഡ് വർക്കിംഗ് ആയിട്ട് ജീവിച്ചാൽ യു വിൽ ബി ബ്ലെസ്ഡ്. നിങ്ങളുടെ പേരൻസിൻ്റെ പ്രാർത്ഥനയും നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അനുഗ്രഹമൊക്കെ എന്നും അവരുടെ ലൈഫിലുണ്ടാവും. Thank you, ma'am, for sharing your valuable messages and time with us. Thank you, really, thank you. Thank you so much കേട്ടോ. നിങ്ങളുടെ ടീം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഒത്തിരി സന്തോഷം. ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിയോടും സ്റ്റുഡൻസിനോടും ഒക്കെ ഷെയർ ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഇറ്റ് വാസ് നൈസ് ബീയിങ് വിത്ത് യു അർച്ചന. താങ്ക് യു. സോ നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കൊരു പുതിയ ഗസ്റ്റ് ആയിട്ട് അടുത്ത ഇതിൽ കാണാം. താങ്ക് യു.